സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴ കനത്ത സാഹചര്യത്തിൽ ഇന്ന് 5 ജില്ലകൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പ്. സുലേഖ ശശികുമാർ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും. സുലേഖ, അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് സംസ്ഥാനത്തുള്ളത്. ആദ്യം രാവിലെ നല്ല മഴയായിരുന്നെങ്കിൽ ഇപ്പോൾ മഴ അല്പം മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നിലവിലത്തെ മുന്നറിയിപ്പിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും സിന്ധൂരി, അതുതന്നെയാണ്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് ഇത്തരത്തിൽ റെഡ് അലേർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനൊപ്പം തന്നെ മറ്റ് ജില്ലകളിൽ ഇത്തരത്തിൽ എറണാകുളം മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുണ്ട്. കൊല്ലം, അതുപോലെ തന്നെ തിരുവനന്തപുരം ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് അലേർട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത്തരത്തിൽ മഴ കനക്കുമെന്നുള്ളത് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഫെയ്ഞ്ചാൻ ചുഴലിക്കാറ്റിന്റെ സ്വാധീനഫലമായാണ് സംസ്ഥാനത്ത് മഴ തുടരുന്നൊരു സാഹചര്യമുള്ളത്. ഈ ഫെയ്ഞ്ചാൻ ചുഴലിക്കാറ്റ് ഇന്ന് വൈകിട്ടോടുകൂടി കർണാടക തീരം വഴി മംഗലാപുരം വഴി അറബിക്കടലിൽ പതിക്കുമെന്നുള്ളൊരു കാര്യമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മഴയുടെ ശക്തി കുറയുന്ന ഒരു സാഹചര്യമുണ്ട്. മഴ പ്രത്യേകിച്ച് സംസ്ഥാനത്തിന്റെ മധ്യ വടക്കൻ കേരളത്തിലേക്ക് മഴ ശക്തമാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ ചുഴലിക്കാറ്റ് അറബിക്കടലിൽ പതിക്കുന്ന സമയത്ത് ചുഴലിക്കാറ്റിന്റെ സ്വാധീനം കുറഞ്ഞ് അത് തീവ്ര ന്യൂനമർദ്ദമായി മാറും എന്നുള്ളൊരു കാര്യം കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നൊരു സാഹചര്യമുണ്ട്. ഇന്നെന്തായാലും ഇത്തരത്തിൽ മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് റെഡ് അലേർട്ട് നിലനിൽക്കുന്നത്. എറണാകുളം മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് കൂടി നിലനിൽക്കുന്നുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് കൂടി തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ശബരിമല അടക്കമുള്ള ഇടങ്ങളിൽ ഈ തീർത്ഥാടന കാലത്ത് ശബരിമല അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ മഴ തുടരുന്നൊരു സാഹചര്യം തന്നെയാണ്. ഈ ഒരു മഴ തുടരുന്നൊരു സാഹചര്യത്തിൽ സംസ്ഥാനം പൂർണ്ണമായും സജ്ജമാണ് എന്നതാണ് മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ 4 NDRF സംഘങ്ങൾ സംസ്ഥാനത്തുണ്ട്. ഇതിൽ 2 NDRF സംഘം അത് ശബരിമല കേന്ദ്രീകരിച്ച് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത്തരത്തിൽ മഴയെ പൂർണ്ണമായും മഴയ്ക്ക് വേണ്ടി സംസ്ഥാനം പൂർണ്ണമായും സജ്ജമാണ് എന്നതാണ് മന്ത്രി കെ രാജൻ ഇന്ന് അറിയിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ 2 ക്യാമ്പുകൾ നിലവിൽ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം ജനങ്ങൾക്ക് നൽകുന്ന ഒരു ജാഗ്രത എന്ന് പറയുന്നത് ഇത്തരത്തിൽ മഴയുടെ ശക്തി ഇന്ന് വൈകിട്ടോട് കൂടി കുറയുമെങ്കിലും ജനങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ ജാഗ്രത പാലിക്കണമെന്നതാണ് നൽകുന്നൊരു നിർദ്ദേശം എന്ന് പറയുന്നത്. വ്യക്തമാണ് സുലേഖ. കൃത്യമായ രീതിയിൽ മഴയെ നേരിടാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും സംസ്ഥാനം നേരിട്ടുണ്ടെന്നാണ് മന്ത്രി കെ രാജൻ വെളിപ്പെടുത്തിയത്. അതുപോലെ തന്നെ സംസ്ഥാനത്ത് അതിതീവ്ര മഴയുടെ സാഹചര്യമാണെങ്കിലും നിലവിൽ പലയിടങ്ങളിലും മഴയുടെ തീവ്രത അല്പം കുറഞ്ഞിരിക്കുകയാണ്. എങ്കിലും പൊതുജനങ്ങൾ എല്ലാ തരത്തിലുമുള്ള ജാഗ്രത പാലിക്കണം. ഇന്ന് 5 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകളാണ് ഇപ്പോൾ സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. നാളെയും 5 ജില്ലകളിൽ റെഡ് അലർട്ട് ഉണ്ട്. സുലേഖ ശശികുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.